A+2 സ്വാഗതം. ഇന്ന് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാർത്തയാണ് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. തീർച്ചയായും വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കും സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ധനസഹായങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർക്കുമൊക്കെ വേണ്ടിയുള്ള എപ്പിസോഡുകളാണ് ഈ ചാനലിൽ ഞങ്ങൾ പ്രധാനമായും ഉൾപ്പെടുത്തുന്നത്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായും ഇത്തരം വിവരങ്ങൾ അപ്ഡേറ്റായി നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നുണ്ട്. പത്രം വായിച്ചാൽ ശ്രദ്ധയിൽപ്പെടാത്ത വാർത്തകൾ നിരവധിയുണ്ട്. അതെല്ലാം ഈ ചാനൽ വഴി നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷ. സാധാരണ വിദ്യാർത്ഥികൾ എക്സാമിനേഷനിൽ പരാജയപ്പെട്ടാൽ, മാർക്ക് കുറഞ്ഞാലും പരാജയപ്പെട്ടാലും റീവാല്യുവേഷന് അപ്ലൈ ചെയ്യുന്ന ഒരു പതിവ് നമ്മുടെ നാട്ടിലുണ്ട്. പുനർമൂല്യനിർണ്ണയം എന്ന് മലയാളത്തിൽ പറയും. ഈ റീവാല്യുവേഷന് ഫീസ് അടയ്ക്കണം, അതിൻ്റെ മാർക്ക് ലിസ്റ്റിന് പ്രത്യേക ഫീസ് അടയ്ക്കണം. ഇങ്ങനെയൊക്കെ ചെയ്ത് കാത്തിരിക്കുകയും വേണം. പക്ഷേ